കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തിൽ യുവാവിന്റെ അറസ്റ്റ് ഒരു മാസത്തേക്ക് തടഞ്ഞു. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒരു മാസത്തേക്ക് കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ ഹസ്ബൻഡിന് യുവാവിന് ആശ്വസിക്കാം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് ഇപ്പോൾ വരുന്നത്. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹം ഹൈക്കോടതി ഹർജി തീർപ്പാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും പോക്സോ രജിസ്റ്റർ ചെയ്യണമെന്നും ഒക്കെയായിരുന്നു നേരത്തെ മധ്യപ്രദേശിലെ സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. കേരളത്തിലെത്തിയാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത്. പക്ഷേ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതാണെന്നും എന്നാൽ SC കമ്മീഷൻ അടക്കമുള്ളവർ തൻ്റെ പ്രായം തിരുത്തിയാണ് ഇങ്ങനെയൊരു കള്ളക്കേസിൽ കുടുക്കിയതെന്നുമാണ് പെൺകുട്ടി പറയുന്നത്. എന്നാലും അക്കാര്യത്തിൽ കേരള ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിരിക്കുന്നു. ഒരു മാസത്തേക്ക് യുവാവിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ശ്യാമുണ്ട്. ശ്യാം, ഇനി ആ പെൺകുട്ടിക്കും യുവാവിനും ധൈര്യമായി പൊതുവേദിയിലേക്ക് ഇറങ്ങി നടക്കാം. ചുരുങ്ങിയത് ഒരു മാസത്തേക്കെങ്കിലും അറസ്റ്റ് ഉണ്ടാവാൻ പാടില്ലെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവുണ്ട്. ഇത് മധ്യപ്രദേശിലും ബാധകമായിരിക്കുമല്ലോ. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാനാണോ തീരുമാനം? അങ്ങനെ തന്നെയാണ്. ഈ കുംഭമേളയിലൂടെ വൈറലായ പെൺകുട്ടി നേരത്തെ വിവാഹിതയായിരുന്നു. അത് കേരളത്തിൽ വെച്ചാണ്, തിരുവനന്തപുരത്ത് വെച്ചാണ് വിവാഹിതയായത്. ഈ വിവാഹിതയാകുന്ന സാഹചര്യത്തിൽ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നതാണ് കുടുംബം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഇത് സംബന്ധിച്ചൊരു പരാതി മധ്യപ്രദേശ് പോലീസിന് കുടുംബം നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഈ പെൺകുട്ടിയും ഭർത്താവും ഹൈക്കോടതിയെ സമീപിച്ചത്, കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. കേരള ഹൈക്കോടതി ഇതിൽ ഇടപെടുമ്പോൾ, അതായത് കേസ് മധ്യപ്രദേശ് പോലീസിന്റെ കീഴിലായതിനാൽ അല്ലെങ്കിൽ മധ്യപ്രദേശിലായതിനാൽ നേരിട്ട് ആ കേസിൽ ഇടപെടാൻ കഴിയില്ല. പക്ഷേ ട്രാൻസിറ്റ് ജാമ്യം എന്ന നിലയിൽ ഒരു മാസത്തേക്ക് അറസ്റ്റ് തടയുകയാണ്. അത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചും ഭർത്താവായ യുവാവിനെ സംബന്ധിച്ചും ആശ്വാസകരമാണ്. ഒരു മാസത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞത്. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയാണ് ഈ അറസ്റ്റ് തടഞ്ഞത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെതാണ് നടപടി. നേരത്തെ ഇന്നലെ ഇതിന്മേൽ വിശദമായ വാദം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കേട്ടിരുന്നു. അങ്ങനെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വാദം കേൾക്കുമ്പോൾ ഹൈക്കോടതിയിൽ മധ്യപ്രദേശ് പോലീസ് വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ യുവാവിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തും എന്ന കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. 16 വയസ്സിലും ഏതാനും മാസങ്ങളും മാത്രമാണ് പ്രായമെന്നതാണ് രേഖകൾ, അല്ലെങ്കിൽ ആശുപത്രി രേഖകളിലടക്കം അങ്ങനെയാണ് വ്യക്തമാക്കുന്നതെന്നാണ് ഇന്നലെ മധ്യപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ഹൈക്കോടതി അറിയിച്ചത്. 2008 ജനുവരി മാസം 1-ാം തീയതിയാണ് ഈ പെൺകുട്ടിയുടെ ജനനത്തീയതിയെന്നും അതുകൊണ്ട് തന്നെ 18 വയസ്സ് തികഞ്ഞു എന്ന കാര്യവുമാണ് പെൺകുട്ടി കേരള ഹൈക്കോടതി അറിയിച്ചത്. പക്ഷെ മധ്യപ്രദേശ് സർക്കാർ പറഞ്ഞൊരു കാര്യം, പെൺകുട്ടിയുടെ യഥാർത്ഥ ജനനത്തീയതി എന്നത്, ഈ കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ യഥാർത്ഥ ജനനത്തീയതി എന്നത് 2009 ഡിസംബർ മാസം 13-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ 16 വയസ്സും ഏതാനും മാസങ്ങളും മാത്രമാണ് പ്രായം. ഇത് പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരും. മാത്രമല്ല, ഈ വിവാഹം നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് പറയാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പെൺകുട്ടിയുടെ മതം ഹിന്ദുമത ആചാരപ്രകാരമോ യുവാവിന്റെ ഇസ്ലാം മതാചാരപ്രകാരമോ അല്ല വിവാഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ വിവാഹം അസാധുവാണ്. മാത്രമല്ല, ഈ പെൺകുട്ടി പോക്സോ നിയമത്തിന് കീഴിൽ ഉള്ള ഒരു അതിജീവിതയാണ്. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി വിവാഹം കഴിച്ച സാഹചര്യത്തിൽ അതിന്റെ കുറ്റവും കൂടി നിലനിൽക്കുന്ന അടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഉയർത്തിയത്. എന്തായാലും ഇക്കാര്യത്തിൽ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. ഈ രണ്ടുപേർക്കും മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാം. ഓക്കെ, താങ്ക് യു. മധ്യപ്രദേശിലേക്ക് പോകുന്നതുവരെ, ഹൈക്കോടതിയെ സമീപിക്കുന്നതുവരെയാണ് അറസ്റ്റ് ഇപ്പോൾ വിലക്കിയിരിക്കുന്നത്. കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. കുംഭമേളയിലെ വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ ഇപ്പോൾ ഭർത്താവായ ഫർമാന് ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന ഉത്തരവ് കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഒരു മാസത്തേക്ക് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്.